ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഡെയിലി വ്ളോഗ്സ് തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുകയാണ്. സ്വിസ് ടൈം ഹൗസിലും പോകണം, പിന്നെ ചിലപ്പോൾ ലുലുവിലും ഒന്ന് പോകണം. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ബിയേർഡും ഷേവ് ചെയ്യണം. അപ്പം അതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഐ വിൽ ഷോ. ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി റുട്ടീൻ സംഭവങ്ങൾ കാണിച്ചിങ്ങനെ പോവാം. അതാകുമ്പോൾ നമുക്ക് ഈ വ്ളോഗിങ്ങിലോട്ടുള്ള മടുപ്പും വരില്ല, മടിയും പിടിക്കൂല. മനസ്സിലായല്ലേ? ആൻഡ് എന്താ പറയുക, ഇതുമായിട്ട് യൂസ് ടു ആവാൻ വേണ്ടി ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് സജഷൻ തന്നുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. സോ ലെറ്റ് സി, നമുക്ക് നോക്കാം ഇത് എത്രത്തോളം പോകുന്നുള്ളതെന്ന് പറഞ്ഞൂടെ. ഒരു ഡെയിലി 75 ഹാർട്ട് ചാലഞ്ച് പോലെയാണ്. ഒരു ദിവസം വിടാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം ലെറ്റ് മീ സി ഗൈസ്, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട്. മിക്കവാറും എനിക്കൊന്ന് ആദ്യം സ്വിസ് ടൈം ഹൗസിലോട്ടാണ് പോകുന്നത്. ഷാസിനൊരു വാച്ച് വാങ്ങിക്കണമെന്ന് തന്നെ, അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ശരി ഗൈസ്, കാണാം, ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ ലുലു മോളിൽ പുതിയൊരു കടയിൽ വന്നിരിക്കുകയാണ്, ബോങ്കേഴ്സ് കോർണർ. ഇവൻ ദുബായിൽ നിന്നും ഇവിടെ നിന്നും ഇങ്ങനത്തെ ഈ ഒരു സെയിം ബ്രാൻഡിന്റെ ടീഷർട്ടൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ലുലു മോളിൽ അത് തുറന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാൻ വന്നതാണ് ഗൈസ്. കൊള്ളാം, നല്ല അടിപൊളി കളക്ഷൻ. കിടിലം പ്രിന്റ് ആണല്ലോ ഗൈസ്. ഓ, മാൻ ഓഫ് സ്റ്റീൽ രസമുണ്ടല്ലേ? കൊള്ളാം, നല്ല പ്രിന്റ് കേട്ടോ എല്ലാം. വേണ്ട വേണ്ട, ഞാൻ അതൊക്കെ വാട്സപ്പ്. ബക്സ് ബണ്ണി ഗൈസ്, ഒരു ഷർട്ട ലുക്ക്, നല്ല ഷോറും. ഈസ്ലി. ഓക്കെ ഗൈസ്, ജസ്റ്റ് ഇവിടെ ഒന്ന് അവൻ വന്നെങ്കിലും നല്ല ഇഷ്ടപ്പെടുമില്ല എന്ന് നോക്കട്ടെ, എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ബൈ ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പാരഗണി വന്നിരിക്കുകയാണ്. അവന് കട്ട്ലറ്റ് തിന്നാനും ഞാനൊരു ലൈം ജ്യൂസും പറഞ്ഞായിരുന്നു ഗൈസ്. സോ കട്ട്ലറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ് ആണ് ഗൈസ്. ഇവിടെ സ്നാക്സിന്റെ കൗണ്ടർ കിട്ടും. കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കാണിക്കുന്നത്. ഒരു ചിക്കൻ ഫ്രൈയും ഒരു പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ള പ്ലാനാണ്. ലെമൺ ജ്യൂസ് കൊള്ളാം ഗൈസ്. ഫിസ്സാണ്, സാധാ ലെമൺ ജ്യൂസ് പറയാതെ അറേബ്യൻ മിൻറ്റ് കൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. മിൻറ്റും ലൈമും സോഡയും. ഇതാണ് ചിക്കൻ കട്ട്ലറ്റ്. എന്താ കൊള്ളാം. വെറൈറ്റി ടെക്സ്ചർ, നല്ല അകത്തുള്ള മിക്സും ഉള്ള ഇവിടെ ഉള്ളിയൊക്കെ ഉണ്ട്. അത്യാവശ്യം ചിക്കനൊക്കെ ഉണ്ട്. യൂഷ്വലി കട്ട്ലറ്റിൻ്റെ അകത്ത് ചിക്കൻ കാണില്ല. പൊട്ടാറ്റോ ഒരു അതിപ്രസംഗമായിരിക്കും. അത് പ്രസംഗമല്ല, നീ ഇപ്പം പറഞ്ഞതാണ് അതിപ്രസംഗം. കുഴപ്പമില്ല, കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ട് നല്ല രീതിയിൽ. ചിക്കൻ ഫ്രൈ വേട്ടെ, അത് കഴിച്ചിട്ട് ബൈ ഗൈസ്. പൊറോട്ട വന്നു, ഞാൻ മറന്നുപോയി ഫോട്ടോ വീഡിയോ എടുക്കാൻ. ഇതായിരുന്നു ചിക്കൻ ഫ്രൈയുടെ പ്ലേറ്റ്. കുറച്ച് ഗ്രേവി, പൊറോട്ട, ചിക്കൻ ഫ്രൈ, യമ്മി. പക്ഷെ സാധാരണ ബാക്കി വെളിയിൽ കിട്ടുന്ന പോലത്തെ ചിക്കൻ ഫ്രൈ അല്ല ഗൈസ്. ഇവിടെ തേങ്ങ പൊരിച്ചിട്ടേക്കണ ഒരു പൊടിയാണ്, മസാല പൊടിയല്ല. അത് ചിലർക്ക് അത് വർക്കാവാൻ ചാൻസ് ഇല്ല. ഗ്രേവി വെച്ചില്ല. ഇല്ല, ഞാനും കുറച്ച് ഗ്രേവി ഒന്ന് കഴിച്ചോട്ടെ. മതി മുക്കി അടി ഉള്ള ഗ്രേവി എല്ലാം കൂടെ വാരിയിട്ട് കഴിച്ചു. ലെറ്റ് മീ സി ഹൗ ഇറ്റ് ഇസ്. ഗ്രേവി മുക്കി കഴിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയോടെ ട്രൈ ചെയ്തോട്ടെ വിത്ത് ഗ്രേവി. നോട്ട് മൈ കൈൻഡ് ഓഫ് ഗ്രേവി. ഞാൻ ഡ്രൈ ആയിട്ട് തന്നെ തിന്നോളാം. ആ ഒരു ഫോട്ടോ പറഞ്ഞോളാം, കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, പുതിയ ഷോറൂം ലുലുവിൽ മുമൂസോ എന്നുണ്ട്. ഫുൾ ക്യൂട്ട് സാധനങ്ങളാണ് ഗൈസ്. പാണ്ഡേരൊക്കെ കമ്പനിയ ഷോറൂം. മറ്റേ നമ്മളെ മിനിസോ പോലെ തന്നെ വേറെ കുറച്ച് സാധനങ്ങൾ, കപ്പും മഗും എല്ലാം ഉണ്ട്. അതോടെ ഗൈസ്, എന്തെങ്കിലും ക്യൂട്ട് സാധനം ഉണ്ടെങ്കിൽ വാങ്ങിക്കട്ടെ. ബൈ. പുതിയ കീ ചെയിൻ, ഉമ്മാരെ കാറിന് യൂണിക്കോൺ. അത് തറയിട്ട് പൊട്ടിക്കോടാം സാധനം. ഇതോടെ ഷസാമിന്റെ താടി നരച്ചു തുടങ്ങി. എനിക്ക് സന്തോഷമായി ഗൈസ്. പീപ്പിൾ ആർ കമ്മിങ് ഇൻ ടു മൈ ക്ലബ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെട്ടെന്നാണ് ഏറിയ നരച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു, എനിക്ക് കമ്പനി ആരും ഇല്ലല്ലോ എന്ന്. ഇനി അങ്ങോട്ട് ഷസാമിന്റെ നര. അതുകൊണ്ട് ഞാൻ ക്ലീൻ ഷേവ് ചെയ്യാൻ പോകുന്നു. ഇനിയിപ്പോ ക്ലീൻ ഷേവ് ഒക്കെ നടക്കും. അപ്പൊ ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഇനി കാർത്തീര നരക്കണം കേട്ടാ. കാർത്തീര നരച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല അത് കേട്ടോ. അല്ല കാർത്തി, യു ആർ നെക്സ്റ്റ്. ഐ ആം വെയിറ്റിംഗ്. എന്റെ ഈ ഒരു ഗ്യാങ്ങിലോട്ട് ആൾക്കാരൊക്കെ വരണം. എന്നിട്ട് നമ്മളിങ്ങനെ കളർ അടിക്കാതെ വെളുത്ത താടി ഗ്യാങ്. ഓക്കെ ഗൈസ്, നോക്കാം. ബൈ ഗൈസ്. ഞാനിപ്പോൾ സ്വിസ് ടൈം ഹൗസിലാണ്. കൊള്ളാല്ലേ? ആ നീല എനിക്ക് ഇഷ്ടപ്പെടും. 7 ഫ്രൈഡേ ഭ്രാന്തൻ ഭയങ്കര ഇഷ്ടപ്പെടും. കൊള്ളാം. ഇതോളാം, സ്റ്റീല് പോലെ.
എൻ്റെ ഫേവറേറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ജി ഷോക്കാണ്. പുതിയ ജി ഷോക്ക് വല്ലതും വന്നിട്ടുണ്ടോ എന്നറിയാനാണ് ഞാൻ വന്നത്. കൊള്ളാലോടെ ഒരുമാതിരി ഐസ്ഡ് ഔട്ട് പോലത്തെ സാധനം ജി ഷോക്ക്. ഓ കട്ട ട്യൂബ് ലൈറ്റ്. വൈറ്റ് ബാലൻസിനായിരുന്നു തീരുമാനമായി. വെള്ള ലൈറ്റാണ്. ഇതൊക്കെ എഡിഫൈസ് ആണ്. പുതിയതൊന്നും വന്നില്ല ഗൈസ് ജി ഷോക്ക്. ഇതൊക്കെ പിന്നെ വെള്ള വാച്ചിൻ്റെ ഷോറും. അയ്യോ വെള്ള വാച്ച് കുറേ ഉണ്ട്. വെള്ള വാച്ച് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്യുവർ വൈറ്റ് വാച്ച് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഗൈസ് ഇവിടെ. നൈസ്. എന്നാലും വേറെ നോക്കട്ടെ ഗൈസ്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു ബ്രാൻഡ് കൊള്ളാം. ഇവർ പുതിയതായിട്ട് വന്നതാണ് റോക്ക് റിവൈവൽ. ഇത് നോക്കടി, അകത്ത് ഈ സാധനം കിടന്ന് കറങ്ങും. പൊളി ഐറ്റം കേട്ടോ, രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവർക്ക് തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ഒരു വാച്ചും കൊള്ളാം, ഓറഞ്ച്, ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഐറ്റം. ഇത് മൊത്തം ഇതിൻ്റെ കളക്ഷനാണ്. ന്യൂ ബ്രാൻഡ് ആയതുകൊണ്ട് വന്ന് ചെക്കൗട്ട് ചെയ്തു ഗൈസ്. എല്ലാ റേറ്റിലും ഉണ്ട് അത്യാവശ്യം. കളേഴ്സും ഡയൽസും ഒക്കെ അടിപൊളി. ഇവ മൊത്തം തപ്പുന്നുണ്ട്. രക്ഷയില്ലല്ലേ, എനിക്ക് ആ ഒരു ഡോം ആയിട്ടുള്ള സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ഇവിടെയാണ് 1, 2, 3. ഇതാണ് സെക്കൻഡ് സൂചി. അവറിൽ ഇത് സംഭവം ഇങ്ങനെ നോക്കണം. ഇത് അവർ, ഇത് മിനിറ്റ്, ഇത് സെക്കൻഡ്സ്. ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഫുൾ കൊള്ളാം. നൈസ് സാധനം. ഏതോ വേറെയും മോഡൽസ് ഉണ്ട്. എനിക്ക് ഈ ഓറഞ്ച് ഇഷ്ടപ്പെട്ട്, പിന്നെ ഇവിടെ ഈ ഒരു വെള്ള ഇഷ്ടപ്പെട്ടു. വെള്ളയും കൊള്ളാം. ചിലതൊക്കെ 50 രൂപയൊക്കെ ഉണ്ട്. നോട്ട് വെരി ചീപ്പ്, പക്ഷെ കൊള്ളാം, രസമുണ്ട്. ഇപ്പം എന്താ ഇത് വാങ്ങിച്ചു. ഇത് ഏതിനാണ്? ടൈമെക്സിൻ്റെ. ഇതാണ് നമ്മൾ വാങ്ങിക്കാൻ വന്നത്. അത് കൊള്ളാം. ഇത് അണ്ടർ 20 ആണ്. ഇത് രസമുണ്ട് ഗൈസ്. അപ്പം ഇങ്ങനത്തെ ക്ലാസിക് സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് ശാസ്ത്രം. എനിക്ക് പിന്നെ ജി ഷോക്കും അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ. ഞാൻ പിന്നെ എനിക്കിങ്ങനെ ഈ ഒരു സ്റ്റീലും സാധനങ്ങളൊന്നും ഞാൻ ഇടാറില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ ഇടുന്നത് ഇതാണ്, ടിസോര NB എഡിഷൻ. ഈ ടൈപ്പ് എനിക്കിപ്പം കുഴപ്പമില്ല. ഗൈസ് അപ്പം എന്തായാലും ഗൈസ് ഇത് കൊള്ളാമല്ലോ. എന്തോ ഗൈസ് ഇതും കൊള്ളാം ഗൈസ്. വാച്ച് കടയിൽ വാച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ സാധനം എന്താണെന്നുണ്ടോ? ഒരു ഹാൻഡ് ഗ്രനേഡ് വലിച്ചു പൊളിച്ചിട്ട് ഒരൊറ്റ എറി അതിൻ്റെ പുറത്തോട്ട് ക്യാച്ച്. കൊള്ളാം ഗൈസ്. സാധനം ആൾക്കാരെ പേടിപ്പിക്കാൻ പറ്റിയ ഐറ്റം. ഇത് വാച്ചിനോടെ ഫ്രീ വലിച്ചു ഊരി അതിനിടയിൽ. സാധനം കൊള്ളാം അല്ലേ? ഉഗ്ര സാധനം, കൊള്ളാം ഗൈസ്. ഈ കാറും കൊള്ളാം. അതല്ലേ ഒരു പ്രോപ്പായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പൊളിയാണ്, അടിപൊളി. എന്തായാലും പുതിയൊരു ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ട്. നീ ഇത് വാങ്ങിച്ചാടാ ഈ സാധനം? ഇതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാ ഈ കമ്പനിയില്? ഓ ഗൈസ് അവൻ ഇതും വാങ്ങിച്ചു. ഏത് വാങ്ങിച്ച? ആ ഗൈസ് അവൻ ഈ ബ്രാൻഡിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല പാക്കിങ്. ഓ അടിപൊളി, നൈസ്. പൊങ്ങിയിരിപ്പണേ. ഡോമാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്ട്രക്ചർ ആണ് വരുന്നത്. സഫയർ ക്രിസ്റ്റൽ ആണ് അല്ലേ? ഗ്ലാസ്. ഓ നൈസ്. അകത്തൊന്നുമില്ല. വാച്ച് ബ്രാൻഡാണ് ഗൈസ്, അതുകൊണ്ടാണ് എല്ലാം വാങ്ങിക്കുന്നത്. ഇതിന്റെ ഒരു അവർ മിക്സ് പരിപാടിയൊക്കെ ഭയങ്കര രസമുണ്ട്. എനിക്ക് പിന്നെ ഞാൻ പിന്നെ ഈ ഇടയ്ക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ NB എഡിഷൻ. നമ്മൾ സ്റ്റൈലെക്സിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്റ്റൈലിസ്റ്റായ ഗോപൻ കുറച്ച് ബിസിയാണ്. പക്ഷെ നമ്മൾ അവനെ പൊങ്ങയ്ക്ക് പിടിച്ച് അവസാനം അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പം ഷാസിന് ക്ലീൻ ഷേവ് അടിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഓൾറെഡി അവനെന്തോ കസ്റ്റമർ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് വരാം ഗൈസ്. അപ്പം ഞാൻ ഗോപനെ കാണിച്ചു തരാം, നമ്മുടെ സ്റ്റൈലിസ്റ്റ്, പേഴ്സണൽ സ്റ്റൈലിസ്റ്റ്. ബൈ. ക്ലീൻ ഷേവ് ചെയ്യാൻ വന്ന ഷാൻ, താടി ട്രിം ചെയ്യാൻ വന്ന ഞാനും. അവനിന്ന് ഡബിൾ ഡ്യൂട്ടിയാണ് ഗൈസ്. നോർമലി ഞാൻ മാത്രമാണ് വരാറുള്ളത്, അവൻ ദുബായിലുണ്ട്. അപ്പം എന്തായാലും പിടികിട്ട പുള്ളി ഗോപൻ നമ്മളിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. പുള്ളി കട്ട ഫിലിം ആക്ടറൊക്കെയാണ് ഗൈസ്. അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യം ഫേമസ് ആയത് ഗോപനാണല്ലേ സിനിമയിൽ കൂടെ. അപ്പം എന്തായാലും ഞാൻ സിനിമാ സ്റ്റാർ ഗോപനെ കാണിച്ചു തരുന്നതായിരിക്കും. അതെന്തോ പണിയിലാണ്. ഉടനെ തന്നെ വിളിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം. ബൈ. അങ്ങനെ സൂപ്പർ സ്റ്റാർ ഗോപൻ സ്റ്റൈൽ ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ്. ഗോപൻ പഴയ സിനിമ താരമാണ് ഗൈസ്. ഏതൊക്കെ പടത്തിലാണ് ഗോപ അഭിനയിച്ചിട്ടുള്ള? ആട് വേറെ, ആട് 2, പിന്നെ വേറെ കസബ, ട്രാൻസ്. നമ്മളല്ലേ ഈ മിക്കുന്ന ആള് പുള്ളി ചില്ലർക്കാനല്ല, അതുകൊണ്ടാണ് ഗോപനെ കൊണ്ട് തന്നെ നമ്മൾ സ്റ്റൈൽ ചെയ്യിപ്പിക്കുന്നത്. ഭയങ്കര സിനിമ സ്റ്റാർ ആണ് പുള്ളി. ആർക്കെങ്കിലും ലുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഗോപൻ, സ്റ്റൈലെക്സ് പനമ്പള്ളി.
ഞാൻ ഒഫീഷ്യലി അവന്റെ ലുക്ക് മാറ്റിയിരിക്കുകയാണ്. വയസ്സായി എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ശരി ഗൈസ്, ഞാൻ എൻ്റെ താടി നരയൊക്കെ കുറച്ചൊന്ന് ചെറുപ്പമായിട്ട് വരട്ടെ. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ട്രിം ചെയ്തിരിക്കുകയാണ്. നേരത്തെ ലുക്കിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ തോന്നുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് കട അടയ്ക്കാറായി നമ്മൾ. മിസ്റ്റർ ഗോപൻ, താങ്ക് യു. ഗോപൻ്റെയും മോളുടെയും എൻ്റെയും ബർത്ത്ഡേ സെയിം ഡേ ആണ് ഗൈസ്, April 20. അപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2013 എന്തോ മുതലേ എനിക്ക് തോന്നുന്നു ഞാൻ ഗോപൻ്റെ കയ്യിലാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പം അങ്ങനെ അത്രയും ലോങ് ബന്ധമാണ് ഗൈസ്. സോ അവൻ ഇവിടെ എനിക്ക് തോന്നുന്നു അവൻ IT-NET പോയിക്കാന്ന് തോന്നുന്നു. ഞാൻ അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. എന്നിട്ട് നേരെ വീട്ടിൽ പോകും എന്തെങ്കിലും കഴിക്കാൻ പോകുന്ന അറിഞ്ഞൂടാ. ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇതാണ് എൻ്റെ പോസ്റ്റ് ബിയേർഡ് ട്രിം ലുക്ക്. ഇതാണ് ഗൈസ് സ്റ്റൈലക്സിലെ പിള്ളേർ. എല്ലാവരും പേര് പറയൂ. രാജീവ്, ജനീഷ്. പരിചയപ്പെടുത്താൻ ഇപ്പൊ പരിചയപ്പെടുത്തില്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ IT-NET വന്നിരിക്കുകയാണ്. ഷാസ് അവിടെ അകത്തിരിപ്പുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് വരാൻ ഗൈസ്. എന്തോ സാധനം വാങ്ങിക്കാനാണോ എന്ന് പറഞ്ഞുകൂടാ. ലെറ്റ്സ് സീ. കൊള്ളാം ഗൈസ്, നല്ല TV. ഇത് ചിലപ്പോൾ വാങ്ങിക്കും. ഇഷ്ടപ്പെട്ടാ? മിക്കവാറും ഈ TV തന്നെ ആയിരിക്കും അടുത്ത പുതിയ TV. TVയാ? ഇതാ Fold 7. എനിക്ക് വയ്യ. അവര് ഞെട്ടും മിക്കവാറും. സീനാണ് ഗൈസ്. എക്സ്ക്ലൂസീവ്. അങ്ങനെ ഉമ്മാക്ക് മടക്കണ ഫോണ് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. പിന്നെ വില കാണണം. നമ്മളിങ്ങനെ പിടിച്ച് വെക്കണതാണ്. ബിക്കോസ് കൊണ്ടൊന്ന് ചീത്തയാക്കും. എപ്പോഴും കൊണ്ടൊന്ന് തറയിടലും ബഹളമാണ്. അപ്പം ലെറ്റ്സ് സീ. ഇപ്പം ഇന്നെന്തായാലും ഹാപ്പിയാവും. ഫോൾഡൊക്കെയാണ് കിട്ടണത്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എന്താണ് എക്സ്പ്രഷൻ എന്ന് ഞാൻ നോക്കട്ടെ. ടൈസൺ, ആപ്പിൾ, ബെൽക്കിൻ എന്ന ഹണിവെല്ലിന്റെ ഒക്കെ സാധനം, LG ഇല്ലാത്ത ഒന്നുമില്ല കേട്ടാ. സകല സാധനങ്ങളുണ്ട്. IT-NET ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഒരു 1.5 കടയാണ്. നമ്മളെ പൈസലിക്കാരെ കടയാണ്. സോ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സെലിബ്രിറ്റികളും വന്ന് സാധനം എടുക്കുന്ന സ്ഥലമാണ്. MI വാഷിംഗ് മെഷീൻ വരെ ഉണ്ട്. സാംസങ്, ആമസോൺ. ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം വേണമെങ്കിൽ ഗൈസ് കമന്റ് ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. TV എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. കട്ട രസമുണ്ട്. ഒരു ആർട്ട് എക്സിബിഷനിൽ വെക്കുന്ന ഫ്രെയിം പോലെ ഉണ്ട്. അടിപൊളി സംഭവം കേട്ടോ. ഇത് ചിലപ്പോൾ തൂക്കും. ഈ സാധനങ്ങളും കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. കൊള്ളാം. പോളറോയിഡിന്റെ ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതിന്റെ ഫിലിം സംഭവങ്ങളെല്ലാം ഉണ്ട്. നൈസ്. 19,250 സാധനം ഇവിടെ 13,500 കിട്ടും. സോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഗൈസ് ട്രൈ ഇറ്റ് ഔട്ട്. കൊള്ളാം. അങ്ങനെ ഗൈസ് നമ്മൾ കഫിക്കാനയിൽ വന്നിരിക്കുകയാണ് ഡിന്നറിന് വിത്ത് ഷസാർ. അവനൊരു ഉമ്മാക്കൊരു Fold 7 അങ്ങ് വാങ്ങിച്ച് ഒന്നും നോക്കിയില്ലാന്ന് തോന്നുന്നു. മിക്കവാറും ഉമ്മ ഇന്ന് ചാടിത്തുള്ളി നടക്കും. പക്ഷെ അതൊക്കെ കയ്യിരിക്കുന്ന X200 Pro നമുക്ക് അങ്ങ് വാങ്ങിക്കാം. അത് വേറൊരു പരിപാടി ഉണ്ട് ഗൈസ്. ഇപ്പൊ എന്തായാലും ഉമ്മ നല്ല ഹാപ്പി ആവുന്നു. കുറച്ച് നാളായിട്ട് ഫോണെന്ന് പറഞ്ഞിട്ട് നടപ്പുണ്ട്. ഒന്നും അറിഞ്ഞുകൂടാ, ഫോൺ യൂസ് ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ കയ്യിൽ വേണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തായാലും സാംസങ് Fold 7 അല്ലേ, 7 ഇന്ന് കിട്ടാൻ പോവാണ്. Fold 7 എന്തായാലും അതും കൂടെ നോക്കട്ടെ. ഇന്ന് കൊടുക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ ഫുഡ് പറഞ്ഞു. ഞാനൊരു സാൽമൺ പറഞ്ഞു കഴിച്ചു. അതും ഒരു കോഫി. അപ്പൊ അതും കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകാന്നുള്ള പ്ലാനാണ്. അച്ഛാ സ്ട്രോബെറിയാ, നല്ല മധുരം ഇരിക്കുമല്ലോ ഗൈസ്. അവൻ മാച്ച പറഞ്ഞു. എൻ്റെത് ആസ് യൂഷ്വൽ യൂസു. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. യൂസു എപ്പടി കൊള്ളാവോ? സെറ്റാണോ? മാച്ചേന്റെ ടേസ്റ്റ് ഇല്ലായിരിക്കും. ഓവർ പവർഡ് അല്ല. ഞാൻ 1 ഗ്രാം കുറയ്ക്കാൻ പറഞ്ഞു. കൊള്ളാം. ഇടയ്ക്കൊന്ന് ഡൗൺ ആയതായിരുന്നു യൂസു ഒക്കെ. ഇപ്പൊ സെറ്റായി. കൊള്ളാം. ഞാൻ അവനെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, സാഹലിനെ. ഇപ്പൊ എന്തായാലും കൊള്ളാം കഴിച്ചു. വീണ്ടും കോഫി ബാക്ക് ഇൻ ആക്ഷൻ. കൊള്ളാം. നൈസ്. അവന് ഫുഡ് കൂടെ വരട്ടെ. അതും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോകുന്നുള്ള പരിപാടിയാണ്. ഞാൻ ഒരു സാൽമൺ പറഞ്ഞുണ്ട്. അപ്പൊ അത് സാലഡ് പറഞ്ഞു. സീസർ സാലഡ് രാത്രി. ഇതാണ് ഇവിടുത്തെ സീസർ സാലഡ്. അത്യാവശ്യം നല്ല കിടിലം ടേസ്റ്റ് ആണ്. ഇവരെ ചിക്കൻ ഗ്രിൽഡാണ്. സോ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ട് സീസർ സാലഡിന്. പിന്നെ ഹെൽത്തി ബ്രെഡാണ് അതിന് പൊരിച്ചിട്ടേക്കുന്നത്. അതുകൊണ്ട് അതും തിന്നാം ധൈര്യമായിട്ട്. സോ നൈസ്. അപ്പൊ എന്റെ സാൽമണും കൂടെ വരട്ടെ കേസ് ഞാൻ കാണിച്ചു തരാം. സാലഡ് പഴാട് പഴമുണ്ട്. അയ്യടാ, സാധാരണ എല്ലാ സീസർ സലാഡ് പോലെ അല്ലേ ഇരിക്കും. സീസർ സാലഡ് ഒക്കോട്ടറി മാത്രമല്ല, ഡിസ്ട്രിക്ട് 7 നല്ല ടേസ്റ്റ് ആണ്. ഡിസ്ട്രിക്ട് 7 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീസർ സാലഡ്. അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടോ? ഡിസ്ട്രിക്ട് 7 അടിപൊളിയാണ്. ഈ ആൻജോവിയുടെ ഇത് ഡ്രസ്സിങ് ആഡ് ചെയ്താലാണ് അതിന്റെ ഒരു ടേസ്റ്റ് കാണും കറക്റ്റ് സീസർ സാലഡിന്. എനിക്ക് ഒരു ബ്രെഡ് ഞാൻ കഴിച്ചോട്ടെ. എനിക്ക് ഈ ക്രോട്ടോൺസ് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചു. നല്ല ടേസ്റ്റ്. പോയെന്ന് പറഞ്ഞിട്ട് കുത്തി തിന്നണണ്ട.
നല്ല സാലഡാണ്. ഡെഫിനറ്റ് ട്രൈ. എൻ്റെ സാൽമൺ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഉസുകട്ട റിഫ്രഷിംഗ് ആണ്. നൈസ്. പൊരിച്ച മീൻ കഴിക്കുന്ന സനി. ഇതിനെ പൊരിച്ച മീനില്ല, ഇതാണ് ഗ്രിൽഡ് സാൽമൺ ഗൈസ്. നോർവീജിയൻ സാൽമൺ എന്ന് പറയും. ഇത് അപ്പുറത്തെ തോട്ടിന്ന് പിടിച്ച സാൽമൺ. നിയമം പറയും തപ്പിക്കാന് ചുമ്മയാണ് കേട്ടാ. വന്നിട്ട് തോട്ടിലെ സാൽമൺ എന്നൊക്കെ അപ്പുറത്തെ അവിടെ തോടില്ലേ, അവിടെ ഇല്ലാത്ത ഭാഗ്യം അവിടെ നിന്ന് പിടിച്ചെടുത്ത ചാൽമൺ കണ്ടിട്ട്. ഇത് സാൽമൺ, ഇത് ചാൽമൺ. അയ്യടാ സാൽമൺ പോടാ. കഴിച്ചു നോക്കും അപ്പൊ മനസ്സിലാവും. നീ ഇതൊരു 10 തവണയെങ്കിലും കഴിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇതിന്റെ കേട്ടാ. ഈയടാ സാൽമൺ തന്നെ കഴിച്ചോണ്ടിരുന്ന ഗൈസ്. ഇതാണ് നിറച്ചും വെജിറ്റബിൾസും നല്ല ഗ്രില്ല് ചെയ്ത ഫിഷും. ഞാനൊന്ന് കഴിച്ചിട്ട് വരാം ഗൈസ്. ജസ്റ്റ് എ സെക്കൻഡ്സ്. ഇല്ല നിങ്ങളെ ഷൂട്ട് ചെയ്തേണ്. ഫുൾ ക്യാമറ, CCTV. ഒന്നും നടക്കൂല. വീട്ടിലിപ്പോ തുണി മാറാൻ പോലും വയ്യ. CCTV നിങ്ങളെ കിട്ടിയ വെറുതെ വിടുന്നില്ല. സെലിബ്രിറ്റിയാണ്, സെലിബ്രിറ്റി. അതുകൊണ്ട് ഞാൻ പതൊക്കെ പോകും. മോസ്റ്റ് ഫാഷനബിൾ പേഴ്സൺ ഇൻ ദ വേൾഡ്. ഞാൻ വ്ളോഗ് ഇട്ടത്. ഞാൻ വ്ളോഗ് ഇട്ടത്. നമ്മള് പിന്നെ ഭയങ്കര കാൻഡിഡ് വ്ളോഗ് അല്ലേ. എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് എനിക്കൊരു ഫോട്ടോ എന്തെങ്കിലും എടുത്തു തരൂ. ഫോട്ടോ എടുത്തു തരൂ സ്റ്റൈലില്. ഞാൻ റെഡി. നിങ്ങൾ എന്ത് തന്നാലും ഞാൻ ഇടും. ഭയങ്കര ഫാനാണ് പണ്ട് മുതലേ. പച്ചലേതും തരുന്നത് ഇത് ഈ ബന്ധം മറ്റേ ഷോൾഡറിൽ കൈവെക്കണമെങ്കിൽ മറ്റേ വെറും 6 അടി 2 അന്തമുള്ളു. എന്റെ ലൈഫിൽ ഇത്രയും ഡൗൺ ടു എർത്ത് പേഴ്സൺ ഞാൻ കണ്ടിട്ടില്ല. അല്ല പുള്ളി എത്ര ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള. വന്നപ്പോ തന്നെ ഡൗൺ ടു എർത്ത് ആക്കിയില്ലേന്ന് ഞാൻ ചുമ്മാ പറയണല്ല. ഞാൻ ഇല്ലേ ഞാൻ ഇത്രയും. ഇതാണ് ഷാനി ബ്രോ. ബ്രോ എല്ലായിടത്തും ഉണ്ട്. തൂണിലും തുരുമ്പിലും കൊച്ചി മൊത്തം ഭരിക്കുന്ന ആരാണെന്ന് പറയുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. തിരിക്കണ്ട അങ്ങോട്ട്. വേറൊരു കാര്യമുണ്ട്. ഇടണ സാധനം ഒന്നും പറഞ്ഞു തരൂല. കണ്ണാടിയുടെ ഫ്രെയിം പറഞ്ഞു തരൂല. ഇതൊന്നും നിങ്ങളെ ഫോട്ടോയിൽ പോലും ഇടൂല. ഏതെടുത്താലും 20, ഏതെടുത്താലും 20. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും. ഒന്ന് ടാഗ് പോലും ചെയ്യൂല ഫോട്ടോയില്. ഞാൻ ഇങ്ങനെ നോക്കും. നീ അപ്പൊ എന്നോട് ചോദിക്കും ഇത് എവിടുന്ന് വാങ്ങിച്ച, അപ്പൊ തന്നെ ലിങ്ക് ആയി. ആ പരിപാടിയാണ്. ഷാനി ബ്രോയെ കണ്ടിരിക്കുകയാണ്. തപ്പിക്കാനയില് നമ്മളാണ് നിറ സാന്നിധ്യം. അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് മറ്റേ ടെൻഷനാണ്. അത് മറ്റേ എന്താ പറയല്ലോ, നമ്മളെ ഷാനി ബ്രോയെ കൊണ്ടുവന്നിരിക്കുകയാണ് വ്ളോഗിൽ വീണ്ടും. പുള്ളിയുടെ സ്റ്റൈല് അതെ, ജസ്റ്റ് ഒന്ന് മൈക്ക് തറയിട്ടൊന്ന് പറ്റിച്ചതാ. പുള്ളിയുടെ ഹാർഡസ്റ്റ് പോസ് ഒക്കെ നമ്മളിങ്ങനെ. ഔട്ട്ഫിറ്റിന്റെ ഇത് പറഞ്ഞ ഔട്ട്ഫിറ്റ് എത്ര രൂപ? ശരിയാണല്ലോ. ഔട്ട്ഫിറ്റ് G-Star ആണെങ്കിലും വാങ്ങിയത് എനിക്കൊന്ന് 1000 രൂപയ്ക്കായിരിക്കും. അതെങ്ങനെ വെളിയുന്ന സ്റ്റാർ തന്നെയാണ്. G-Star റോ പാന്റ് എനിക്ക് വന്ന നമ്മുടെ ഇവിടെ ഒരു കടയുണ്ട് 77 ഉണ്ട്. 77 ഇവിടെ പനമ്പള്ളി നല്ല കടയാ. അതെത്രയാ ഔട്ട്ഫിറ്റ്? ഇതിന് ബാഗ് എന്ന് പറയണോ അതോ വേറെ ക്യാരറ്റ് ഫിറ്റ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ക്യാരറ്റ് ഫിറ്റ് പുതിയൊരു വാക്ക് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. പിന്നെ ക്യാപ്പ് പിന്നെ തൊപ്പി അവിടെ തന്നെയാണ് ആ കടയിൽ. ഇതെല്ലാം ഇവിടെ തന്നെ. എനിക്ക് വയ്യാട്ടാ. ഇത് കാണുന്നതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇല്ല പുള്ളി കിട്ടാത്തതിന്റെ പ്രശ്നമല്ല. ഒറ്റ പ്രശ്നം തന്നെ, പുള്ളി എന്തിട്ടാലും ചേരും. അടുത്ത പ്രാവശ്യം കാണേണ്ട അല്ലേ കാര്യമായിട്ട്. അത് പക്ഷെ നീ പാർട്ടിക്ക് വരണം, അപ്പോഴേ കാണാൻ പറ്റും. അവൻ പാർട്ടിക്ക് പിന്നെ പോവാൻ അടുത്ത് നമ്മള് മറ്റേ കോഫി ഡ്രൈവിനെ വിളിക്കാം. അടുത്തിനി ഉണ്ടാ ഉടനെ ഉണ്ടാവും. പോണേന് മുമ്പേ ടീ ടോട്ടലായിട്ടുള്ള എന്ത് സാധനം ഞാൻ വരും. ടീ ടോട്ടൽ ചായ, കാപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ റെഡി. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റൈൽ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിരിക്കുകയാണ്. പുള്ളും പറയൂല. ഫോളോ ഷാനീസ് ആക്കി. അതിലും പറഞ്ഞു അതിൽ ടാഗ് ചെയ്യൂ. ചെറിയ പരിപാടിയില്ല, ചെറിയ കളിയല്ല, എല്ലാ വലിയ കളികളും മാത്രം. ഓക്കെ ഫുഡ് കഴിച്ചാ? ഓക്കെ സെറ്റ്. ഏതൊന്ന് കഴിച്ചോട്ടെ. ഇത് ഉണങ്ങിയല്ലോ. ഇത് കൊത്ര നേരമല്ലോ കഴിക്കാൻ തുടങ്ങിയിട്ട്. അത് ടേസ്റ്റ് ചെയ്തോണ്ടാ ഗൈസ്. സാൽമൺ ഇതൊരു റിയലി ഗുഡ്. ക്യാരറ്റ് എന്നിട്ടാണ് വെരി ഗുഡ് എന്ന് പറഞ്ഞ ഗൈസ്. ക്യാരറ്റ് പിന്നെ തിന്നാം. ആദ്യം സാൽമൺ തന്നെ തിന്നാം. സാൽമണൊക്കെ കാണിച്ചു വിടും നിങ്ങൾക്ക് കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാ എല്ലാം നിറച്ച് തറയിൽ പോയി. ഇതാ ഗൈസ് നിങ്ങൾക്ക് കുറച്ച് സാൽമൺ, കുറച്ച് മാഷ് പൊട്ടാറ്റോയും ഈ സോസും കൂടെ ഇങ്ങനെ വെച്ചിട്ട്. നീ പറഞ്ഞ ആ സ്കിന്നെ നല്ല ക്രിസ്പി ആയി. പൊളി. കഴിച്ചു നോക്കണം. വേണ്ട കിട്ടില്ല ഗൈസ്. നോക്കട്ടെ ഒരു പീസ് ഇതാ. തുറ കുമ്മാണോ നോക്കട്ടെ. അത് മതി. സാൽമൺ
ടേസ്റ്റിംഗ്. നല്ല ഫ്രഷ് സാൽമൺ. എവിടെ നിന്നാലും ഇടില്ല അല്ലേ? നല്ല ടേസ്റ്റ്. ഇല്ല കേട്ടോ. കൊള്ളാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിഷ്. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ല. ഇതാണെന്ന് തോന്നുന്നു നോർവീജിയൻ സാൽമൺ ആണ്. 850 സംതിങ് ഒന്നും. ഇത്രയും വിലയുള്ള വേറെ ഡിഷ് ഒന്നുമില്ല. ഇത് തന്നെ ഏറ്റവും എക്സ്പെൻസീവ്. അപ്പൊ കൊള്ളാം ഗൈസ്. ഞാൻ കഴിച്ചിട്ട് വരാം. ബൈ. ഓക്കെ ഗൈസ്, ഫുഡ് അടിച്ചു. നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ്. നമുക്ക് ഫോണും കൊടുത്തിട്ട് കിടന്ന് ഉറങ്ങാം. ഇന്നത്തെ ദിവസം അതോടെ തീർന്നു. ഓക്കെ, ശരി ഗൈസ്, വീട്ടിൽ എത്തിയിട്ട് കാണാം. ഇത് ഐഫോൺ അല്ല, ലേറ്റസ്റ്റ് സാംസങ്ങിന്റെ മടങ്ങണത്. ഓ, എന്താണ് ഇത്? ഇത് നീ വാങ്ങിച്ചാ? ഞാൻ ഇത് കൊള്ളാന്ന് പറഞ്ഞതേ ഉള്ളൂ. സീന് സാധനം കേട്ടാ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഇത് ഇപ്പൊ അവിടെ ആ വാച്ച് കടയിൽ പോയപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓ, സീനാടാ, അടിപൊളി. റോക്ക് റിവൈവൽ ഗൈസ്. പുതിയ ഏതോ ബ്രാൻഡാണ്, പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞായിരുന്നു കൊള്ളാന്ന്. എന്റെ അമ്മേ, ഓ എനിക്ക് വയ്യ. കട്ട ലുക്ക്. അതിന്റെ അകത്ത് ഈ സാധനം കിടന്ന് കറങ്ങുന്നുണ്ട്. പൊളി ഐറ്റം. താങ്ക് യു സോ മച്ച്. ആയിരിക്കുന്നു ഗൈസ് ഗിഫ്റ്റ് ഇരാന്തൻ. ഒരു വക പറയാൻ പറ്റില്ല, അപ്പോഴേക്കും ഗിഫ്റ്റ് ആക്കുന്നത്. താങ്ക് യു. അങ്ങനെ ഗൈസ്, എൻ്റെ രണ്ടാമത്തെ വാച്ച്. ഇത് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചതാണ്. NBA എഡിഷൻ ടിസോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ഇതാണ് എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതും കൊള്ളാം ഗൈസ്. ഇതിൻ്റെ ഒരു കളറ് നല്ല സീന് കളറാണ്. ഇതാണ് ഇതിങ്ങനെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സാധനം കിടന്ന് കറങ്ങും, ടർബൈൻ പോലെ. കൊള്ളാം കേട്ടോ. പുതിയ ബ്രാൻഡാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സ്വിസ്റ്റൈമോസി മാത്രമേ കിട്ടുള്ളൂ അല്ലേ? ഇത് സ്വിസ്റ്റൈമോസി മാത്രമാണ്, അതാ എല്ലായിടത്തും ഉണ്ടോ ഈ വാച്ച്? സ്വിസ്റ്റൈമോസിൽ മാത്രം. അങ്ങനെ ഗൈസ്, എന്നെ വീണ്ടും ഞെട്ടിച്ച്. ഈ വാച്ച് ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സാധനം, ഈ കളറും ഈ ഒരു കറങ്ങണ സാധനം. പക്ഷെ നല്ല കട്ട ഫങ്കി ലുക്കാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ അറിഞ്ഞോലും ഇല്ല. അതിനിടയ്ക്ക് ഞാൻ തിരിഞ്ഞു നിന്ന സമയത്ത് ഇത് വാങ്ങിച്ച് പതുക്കെ കാറി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഫസ്റ്റ് ഗിഫ്റ്റ്. ആക്ച്വലി എ ബെസ്റ്റ് ഗിഫ്റ്റ്. കൊള്ളാം, നൈസ്. നല്ല ഫങ്കി സാധനം അല്ലേ? റോക്ക് റിവൈവൽ, ഇതാണ് ബ്രാൻഡിന്റെ പേര് ഗൈസ്. ഗിഫ്റ്റ് നമ്പർ 1 ആണ്. അതോ നീ എന്തോ ആണോ എന്തോ എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഗൈസ്. എന്തോ ഒരു വേറൊരു ഗിഫ്റ്റ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ബ്ലസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ സച്ച് ആൻ അമേസിംഗ് ബ്രദർ. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇതോടെ തീരെയാണ്. ഇനി ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാണ്. ലെറ്റ്സ് സീ ഗൈസ്. അപ്പം താങ്ക്സ് ഫോർ എന്താ പറയല്ലോ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് ആൻഡ് ബ്ലെസ്സിങ് മൈ വ്ളോഗ്സ് എവറി ഡേ. എൻ്റെ റെഗുലർ വ്യൂവേഴ്സിൻ്റെ അടുത്താണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, നാളെ വീണ്ടും കാണാം അടുത്ത വ്ളോഗുമായിട്ട്. ബൈ.